ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു തക്കാളി കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ആദ്യം തന്നെ ഒരു മീഡിയം അല്ലെങ്കിൽ നല്ല പഴുത്ത ഒരു 5 തക്കാളി എടുക്കുക, വലുത്. ഓക്കെ, 3 ചെറുതായിട്ട് അരിയുക, 2 അരയ്ക്കാൻ വേണ്ടി ഇടുക. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു ഫുൾ സവാള. പിന്നെ പൊടിക്കൂട്ട് പറഞ്ഞുതരാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും മാറ്റി വയ്ക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇടുക. അതിൽ കുറച്ച് കടുക് ഇടുക, കുറച്ച് പെരിഞ്ചീരകം ഇടുക, ചെറുതായിട്ടൊന്ന് വറക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കുറച്ചൊരു 5 സെക്കൻഡ് ഒന്ന് വറക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ തൊലിയെടുത്ത് വെച്ച ചെറിയ ഉള്ളി ഇടുക. ഒരു 1/2 മിനിറ്റ് ഒന്ന് വറക്കുക. മീഡിയം ലോ ഫ്ലെയിം മതിയേ. ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ച വളരെ ചെറുതായിട്ട് മുറിച്ച് വെച്ച ഒരു സവോള അത് ഇടുക. നല്ലവണ്ണം വറക്കുക. നല്ല ഇളം നിറം ആവണമെന്നില്ല, ചെറിയൊരു ഗ്ലാസ് പോലെ നിറം ആവുന്നവരെ ഒന്ന് വറക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് വറക്കുക. മീഡിയം ലോ ഫ്ലെയിമാണേ. അതിലോട്ട് നമ്മൾ രണ്ട് നല്ല പഴുത്ത തക്കാളി അരച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ അരച്ച് അത് ഇതിലോട്ട് ഒഴിക്കുക. അരപ്പിട്ട് ഏതാണ്ടൊരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് ഇങ്ങനെ കിണ്ടിയതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ച പൊടിയെല്ലാം അതിലോട്ടങ്ങ് ഇടുക. പൊടി നല്ലോണം കിണ്ടുക, ലോ ഫ്ലെയിമിലിടുക. അതിൻ്റെ പച്ചമണം പോകുന്നവരെ അതൊന്ന് ചെറുതായിട്ട് കിണ്ടുക. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ടു. പൊടികളൊക്കെ നല്ലവണ്ണം ഒന്ന് കിണ്ടുക. അത് ഏതാണ്ട് ഒരു 30 സെക്കൻഡ് മതിയാവും. 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റിനകം മതിയാവും. അപ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് ലയിച്ച് ചേരുമല്ലോ. നമ്മൾ മുറിച്ച് മാറ്റി വെച്ച 3 തക്കാളി, മീഡിയം സൈസ് പഴുത്ത തക്കാളിയാണ് നല്ലത്. അതൊന്ന് ഇതിലോട്ട് ഇട്ട് വഴറ്റുക. 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിടുക, നല്ലവണ്ണം വറക്കുക. മീഡിയം ഫ്ലെയിം വയ്ക്കുക. അത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വറക്കുക. സ്മാഷ് ചെയ്ത് വറക്കാൻ നോക്കുക. തക്കാളി ഗ്രേവി കറിയാണേ. പിന്നെ അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം. അത് ഈ തക്കാളി നല്ലവണ്ണം വതക്കിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ അടച്ച് വയ്ക്കുക. അതിനുശേഷം ഗ്രേവി ഒന്ന് കുറുകി കാണുന്ന രീതിയിൽ വരെ വെയിറ്റ് ചെയ്യുക. സെർവ് ചെയ്യുക. എണ്ണയിൽ കുറച്ച് ഒരു നുള്ള് മല്ലിയും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വതക്കുക. അങ്ങനെ നിങ്ങളുടെ തക്കാളി കറി റെഡിയായി. രാവിലെ ദോശയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ബാച്ചിലേഴ്സിന് ഒരു 2 നേരത്തെ ആഹാരമാണിത്. ഓക്കെ, താങ്ക് യു.